ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നു. നീ അത് സ്വർഗം തുറന്ന് വർഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവഹിതത്തിന് പരിപൂർണമായി സമർപ്പിച്ചവളെ, ദൈവഹിതം ഞങ്ങളുടെ ജീവിതത്തിലും പൂർത്തീകരിക്കപ്പെടാൻ അമ്മ നീ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാണ്. നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ. വചനം ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 34-ാം വചനം. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് എൻ്റെ യഥാർത്ഥ ഭക്ഷണം. അതിൻ്റെ ഒരു സാഹചര്യം നമുക്കറിയാം. ലോങ്ങസ്റ്റ് കോൺവെർസേഷൻ അല്ലേ, സമരിയാക്കാരി സ്ത്രീയായിട്ടുള്ള ഒരു ലോങ്ങസ്റ്റ് കോൺവെർസേഷൻ. കർത്താവിന് വിശന്നു. ഇപ്പോൾ ശിഷ്യന്മാർ ആഹാരം വാങ്ങിക്കാൻ പോയി. പട്ടണത്തിലേക്ക് പോയി ആഹാരം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം ഒരുപക്ഷെ ഒത്തിരി മണിക്കൂറുകൾ ലേറ്റായിട്ടുണ്ടാവും. അത്രയും വിശന്നിരുന്ന കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഗുരു, നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? അപ്പോൾ ഈശോ പറയാണ്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും എൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ യഥാർത്ഥ ഭക്ഷണം. നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്, അത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ളതാണ് അല്ലേ. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യണം. കണ്ണ്, നാക്ക് അല്ലേ, ചെവി, കൈ, കാല്, നമ്മുടെ ആന്തരിക ബാഹ്യ അവയവങ്ങളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യപ്പെടണം. അതിനുവേണ്ടിയാണ് നമ്മൾ ശരീരത്തിലേക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. നമുക്ക് ശരീരം മാത്രമല്ല, ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ഇതിന് മൂന്നിനും ഉള്ള ഒരു ഭക്ഷണം നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ സോളിഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. ഇനി മനസ്സിലേക്ക്, ആത്മാവിലേക്ക് എന്ത് ഭക്ഷണം കൊടുക്കും? എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആ ഒരു ഭക്ഷണത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നതെന്ന് തോന്നുന്നു. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ യഥാർത്ഥ ഭക്ഷണം. പലപ്പോഴും ഇപ്പം ജോർജ് എന്നൊരു വ്യക്തിക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ഇതിനെ മൂന്നിനെയും കൂടി ചേർത്തിട്ടാണ് ജോർജ് എന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ശരീരത്തെ മാത്രം നോക്കിയാൽ പോരാ, എൻ്റെ മനസ്സിനെയും ഞാൻ നോക്കണം, എൻ്റെ ആത്മാവിനെയും ഞാൻ നോക്കണം. എൻ്റെ മനസ്സിന് വേണ്ട കാര്യങ്ങൾ ഞാൻ കൊടുത്തേ പറ്റത്തുള്ളൂ, ആത്മാവിന് വേണ്ട കാര്യങ്ങൾ ഞാൻ കൊടുത്തേ പറ്റത്തുള്ളൂ. ഈ ആത്മാവിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൂദാശയിലൂടെ, വചനത്തിലൂടെയൊക്കെ നമ്മൾ ആത്മാവിന് വേണ്ട ഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിനുള്ള ഭക്ഷണം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നല്ലൊരു ആഹാരം കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം ഹെൽത്തി ആവുന്നത്. അതിന് വേണ്ട ഓരോ ഓർഗൻസിലേക്കും വേണ്ട മിനറൽസ്, വൈറ്റമിൻസ്, അതിൻ്റെ ന്യൂട്രിയൻസ്, ഫാറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോ ഓർഗൻസിലും ചെല്ലുമ്പോഴാണ് നമ്മുടെ ശരീരം ആരോഗ്യമുള്ള ഒരു ശരീരമായി രൂപാന്തരപ്പെടുന്നത്, മാറ്റപ്പെടുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിമുക്തമാക്കിയിട്ട്, ഇപ്പോൾ കണ്ണിൻ്റെ യഥാർത്ഥ ഒരു ഫങ്ഷണാലിറ്റിയിൽ കണ്ണ് വർക്ക് ചെയ്യുന്നത്, ബ്രെയിനിൻ്റെ ഒരു ഫങ്ഷണാലിറ്റിയിൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, ചെവിയുടെ ഫങ്ഷണാലിറ്റിയിൽ ചെവി വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ കാരണം നമ്മൾ കൊടുക്കുന്ന ആഹാരത്തെ ബേസ് ചെയ്തായിരിക്കുന്നത്. ശരിയല്ലേ? നമ്മൾ നല്ല പോഷകം ഉള്ള ആഹാരങ്ങൾ കഴിക്കും തോറും അത് നന്നായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ ഈ മനസ്സിൻ്റെ ആരോഗ്യത്തിന് എന്ത് ചെയ്യണം? ഈ മനസ്സിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു വീഴ്ചയാണ് നമ്മളെ ബാക്കി എല്ലായിടത്തും തളർത്തിക്കളയുന്ന ഒരു കാര്യം. കാരണം മനസ്സെപ്പോഴും സ്ട്രെങ്തൺ ആയിരിക്കണം, മനസ്സെപ്പോഴും നല്ല ആരോഗ്യമായിരിക്കണം, മനസ്സിന് എപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ ഇങ്ങനെ ഒരു ദിവസം ഈശോനോട് പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥനയൊക്കെ നീ അങ്ങോട്ട് നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കുന്നതിന് എന്നാ കുഴപ്പം? അപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥന ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. നിൻ്റെ പ്രാർത്ഥനയിൽ ഒന്നെങ്കിൽ കുറേ പരാതികൾ, പരിഭവങ്ങൾ, നാളെക്കുറിച്ചുള്ള ആകുലത, വ്യാകുലത, ഇത് മാത്രമേ ഉള്ളൂ. സാധാരണക്കാർ പ്രാർത്ഥിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരിൽ നിന്ന് തിരഞ്ഞെടുത്ത് എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയ ഞാൻ കുറച്ച് ആൾക്കാരുണ്ട്, അവരിൽ നിന്ന് എനിക്ക് പ്രാർത്ഥന കേൾക്കണ്ട. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, പിന്നെ ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ കർത്താവിനോട് ചോദിച്ചു, നീ എന്തെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ, കർത്താവേ നീ എന്തിനാ എന്നെ വിളിച്ചത്, എന്നെ ഭൂമിയിലേക്ക് വിട്ടേക്കുന്നത്, ഞാൻ എന്ത് ചെയ്യാനാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് എന്നോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ ഹിതം എന്താണെന്ന് നീ ആരാഞ്ഞിട്ടുണ്ടോ? നീ ഇത്രയും കാലം പ്രവർത്തിച്ചത്, ഇത്രയും കാലം പ്രാർത്ഥിച്ചത്, ഇത്രയും കാലം നടന്നത്, ഇത്രയും കാലം പെരുമാറിയത് നിൻ്റെ ഹിതം അനുസരിച്ച്. എൻ്റെ കുഞ്ഞെ, നിൻ്റെ ഹിതം അനുസരിച്ച്, അത് നിൻ്റെ ഓപ്ഷനാണ്. നിൻ്റെ ഹിതം അനുസരിച്ച് നിനക്ക് പോകാം, എൻ്റെ ഹിതം അനുസരിച്ച് നിനക്ക് പോകാം. നിൻ്റെ ഹിതം അനുസരിച്ച് നീ ഓടുമ്പോൾ നിനക്ക് ഓടിയാലൊട്ട് കിട്ടില്ല, കിട്ടിയാലൊട്ട് എൻ്റെ കുഞ്ഞെ നിനക്ക് തികയത്തില്ല. അത് തികഞ്ഞാലൊട്ട് യാതൊരു സാറ്റിസ്ഫാക്ഷനും നിനക്കുണ്ടാവത്തില്ല. ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് മാനസിക സംതൃപ്തിയാണ്. നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മെൻ്റലി സാറ്റിസ്ഫൈഡ് ആവണം. മാനസികമായ ഒരു സംതൃപ്തി നമുക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ഈവൻ ഒരു വചനം പങ്കുവെക്കുമ്പോൾ പോലും, ഒരു ശുശ്രൂഷ നടത്തുമ്പോഴും നമ്മൾ മെൻ്റലി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആവശ്യമാണ്. ഒരു കുഞ്ഞിനോട് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു കുഞ്ഞ് ജോലി ചെയ്യുമ്പോൾ, ഓഫീസിൽ ഒരു കുഞ്ഞ കാര്യം ചെയ്യുമ്പോൾ
നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളിൽ ആവശ്യമാണ്. ആ ഒരു സാറ്റിസ്ഫാക്ടറിയിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മളെ ബാക്കി മേഖലകളിലെല്ലാം തളർത്തുന്നത്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതാണ്. ഈവൻ നമ്മളൊരു ആഹാരം കഴിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിന് ഒരു സംതൃപ്തി വേണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ കളിക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിൽ മെൻ്റലി ഒരു സാറ്റിസ്ഫൈഡ് ആവണം. നമ്മുടെ ജീവിത പങ്കാളിയോട് നമ്മുടെ സാന്നിധ്യം അറിയിക്കുമ്പോൾ, നമ്മൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, നമ്മൾ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ, ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴൊക്കെ നമുക്കൊരു മെൻ്റലി സാറ്റിസ്ഫൈഡ് ആവണം. നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, കുഞ്ഞുങ്ങളുടെ സാന്നിധ്യത്തിലൊക്കെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ സാന്നിധ്യം, ജീവിത പങ്കാളിയോട് ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഉള്ളിൽ മെൻ്റലി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അത് ജോലി മേഖലയിലായിക്കൊള്ളട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ. നമ്മുടെ ഓഫീസിൽ കുഞ്ഞു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ, ഒരു ക്ലയൻറ്റുമായിട്ട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോഴെല്ലാം നമ്മൾ മാനസികമായ ഒരു സംതൃപ്തിയിലേക്ക് നമ്മൾ കടന്നു വരണം. അപ്പം അതിന് ആണെന്ന് തോന്നുന്നു ഈശോ പറയുന്നത്, എന്നെ അയച്ചവൻ്റെ ഹിതം പ്രവർത്തിക്കലാണ്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ഹിതം പ്രവർത്തിക്കലാണ് എൻ്റെ ആഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കണം. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, ഇനി നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ നിനക്ക് ഓടിയാലോട്ട് കിട്ടില്ല, കിട്ടിയാലോട്ട് തികഞ്ഞാലോട്ട് യാതൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല. ഇനി നീ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നീ എൻ്റെ സന്നിധിയിലിരുന്ന് എന്നോട് ചോദിക്കുക, കർത്താവേ ഞാൻ എന്നാ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ അപ്പനോട് ചോദിച്ചിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ മലയുടെ മണ്ടയ്ക്ക് കയറിയിട്ട് ഞാൻ എൻ്റെ അപ്പനോട് ചോദിക്കും, കർത്താവേ, പിതാവേ, ഞാൻ നാളെ എവിടാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പക്ഷേ ഈ സമരയാക്കാരിയോട് ഈ സംസാരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ തലേദിവസം രാത്രിയും കർത്താവ് മലയുടെ മുകളിൽ ഇരുന്ന് പിതാവിനോട് ചോദിച്ചിരുന്നു, പിതാവേ, ഞാൻ നാളെ എന്താ ചെയ്യേണ്ടത്, എവിടെ പോകേണ്ടത്. അപ്പോൾ പിതാവ് വ്യക്തമായ ഒരു ഇൻസ്ട്രക്ഷൻ ഈശോന് കൊടുത്തിരുന്നു, നീ നാളെ ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇന്ന സമയമാകുമ്പോഴത്തേക്ക് അവന്മാരോട് പറയണം, എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞ് അവന്മാരെ ആഹാരം വാങ്ങിക്കാൻ പറഞ്ഞു വിടണം. കാരണം ചില മീറ്റിങ്ങുകൾ, ചില കോൺവെർസേഷൻസ്, ചില ഷെയറിങ്സ്, അതിനൊക്കെ ഒരു പ്രൈവസി ആവശ്യമാണ്. അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ടവർ അറിയേണ്ട സമയത്ത് അറിയേണ്ട പോലെ അറിയേണ്ടവർ മാത്രം അറിഞ്ഞാൽ മതി. എല്ലാം എല്ലാവരോടും തുറന്ന് പറയരുത്, എല്ലാവരെയും അറിയിക്കുകയും ചെയ്യരുത്. അത് നിൻ്റെ സ്വസ്ഥത കെടുത്തും. കാരണം അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ടവർ അറിഞ്ഞാൽ മതി. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു രഹസ്യാത്മകത നമ്മൾ കീപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ വീടിനുള്ളിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ വീടിനുള്ളിൽ മാത്രം സംസാരിച്ചാൽ മതി. അത് ആ ഭിത്തിയുടെ പുറത്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, കുഞ്ഞുങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ നമ്മുടെ ഭവനത്തിനുള്ളിൽ തീരേണ്ടതാണ്. ഈ ഭവനം വിട്ട് വേറൊരു ഭവനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് ഇതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾ, നമ്മൾ ചില ആത്മീയ അഭ്യാസങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മൾ നിലനിൽക്കാൻ വേണ്ടി, ആത്മീയമായി വളരാൻ വേണ്ടി ചില കീവേഡ്സൊക്കെ നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ട്. അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇനി നമ്മളെ സ്പിരിച്വലി ഗൈഡ് ചെയ്യുന്നവർ, നമ്മളെ ആത്മീയമായിട്ട് നിയന്ത്രിക്കുന്നവർ, ഇതെല്ലാം പബ്ലിക്കലി നമ്മൾ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ വിശുദ്ധരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കും. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. ഒരു വാചാലതയൊന്നും കാണില്ല. പാദ്രെ പിയോയൊക്കെ ഒന്ന് എടുത്ത് നോക്കി, ഒരു വാചാലതയില്ല. കുമ്പസാരക്കൂട്ടിലിരിക്കുന്നു, ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ചെയ്യുന്നു, കുർബാന ചൊല്ലുന്നു. ഒരു പബ്ലിക് നോയ്സോ കാര്യങ്ങളൊന്നുമില്ല. മദർ തെരേസയെ നോക്കിക്കേ, കൽക്കട്ടയിലെ തെരുവിൽ കൂടി നടന്നു, എത്തേണ്ടടുത്ത് മാത്രം എത്തുന്നു. അധികം ഒന്നും സംസാരിച്ചായിട്ടൊന്നും കാണുന്നേ ഇല്ല. യൂട്യൂബൊക്കെ അരിച്ച് പറയ്ക്കാലും അമ്മയുടെ 1-2 ക്ലിപ്സ് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. നോബൽ പ്രൈസൊക്കെ കിട്ടിയപ്പോൾ അമ്മ സംസാരിച്ച ചില ക്ലിപ്പുകൾ മാത്രം. കാരണം സംസാരിക്കേണ്ടവനോട് സംസാരിച്ചാൽ മതി. ഇതെല്ലാവരോടും തുറന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ മുമ്പിലിരുന്ന് നീ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു തരാം. ഇപ്പം എൻ്റെയൊക്കെ ഒരു അനുഭവത്തിൽ ഇങ്ങനെയാണ്. ഞാനിപ്പോൾ ഈശോയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ഞാനിപ്പം പറയുകയാണ്, കർത്താവേ, എനിക്ക് മെഡ്രാസിന് പോകണം എന്ന് പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാൽ, എന്നാൽ ഇനി പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് മെഡ്രാസിന് പോകാനുള്ള ടിക്കറ്റ് തരും. ഒരിക്കലും ചിലപ്പോൾ അത് ദൈവത്തിൻ്റെ ആഗ്രഹം ആയിരിക്കത്തില്ല. ഞാൻ ഈ മെഡ്രാസിന് വണ്ടി കയറിയാൽ ഞാൻ മെൻ്റലി എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, ഒരു മാനസിക സംതൃപ്തി എനിക്ക് കിട്ടില്ല. ഞാൻ മെഡ്രാസിൽ കിടന്ന് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. മാനസികമായ പീഡകൾ ഞാൻ സഹിക്കേണ്ടി വരും. അത് എൻ്റെ ജ്ഞാനമില്ലായ്മ കൊണ്ട്, എൻ്റെ പ്രാർത്ഥന കുറവ് കൊണ്ടിട്ട്, എൻ്റെ സമർപ്പണത്തിൻ്റെ കുറവ് കൊണ്ടിട്ട് ഞാൻ തന്നെ വരുത്തി വയ്ക്കുന്നത്. അത് കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് കാലും മടക്കി നമ്മളെ തൊഴിക്കും. അതേസമയം ഞാൻ ഈശോയുടെ മുമ്പിലിരുന്ന് ചോദിക്കുകയാണ്, എൻ്റെ പൊന്നു കർത്താവേ, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, ഞാൻ എങ്ങോട്ട് പോകാനാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഒരു പക്ഷേ കർത്താവ് പറയും, എൻ്റെ മോനെ, നീ ഡൽഹിക്കാണ് പോകേണ്ടത്.
അതുകൊണ്ട് ഡൽഹിയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കിക്കോ. അങ്ങനെ എന്ന് ഞാൻ ഡൽഹിയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നോ, അങ്ങോട്ട് യാത്ര തിരിക്കുന്നോ, ആ മൊമെൻ്റ് മുതൽ ഞാൻ മെൻ്റലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം ദൈവം നമ്മളെ ഒരു 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 ദൗത്യം ഏൽപ്പിക്കുന്നു ഡൽഹിയിൽ. മദ്രാസിലല്ല നമ്മളെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചില ദൈവിക പദ്ധതികളുണ്ട്. അതിൻ്റെ ഉള്ളിലെ പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മൾ സമരിയക്കാരി സ്ത്രീയോട് കർത്താവ് സംസാരിക്കുന്നത് നമുക്കറിയാം. പിതാവിനെക്കുറിച്ചുള്ള ദൈവികതയെക്കുറിച്ചുള്ള ദൈവത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എക്സാക്റ്റ് ആ വ്യക്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി അയാളുടെ കാഴ്ചപ്പാടിനെ കൺവേർട്ട് ചെയ്യിപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി VFS ഓഫീസിൽ പോകണമായിരുന്നു. അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തു. എനിക്ക് ഉച്ച കഴിഞ്ഞാണ് അവിടെ VFSൽ ഇൻ്റർവ്യൂ വെച്ചിരുന്നത്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ്റെ സബ്മിഷൻ്റെ സമയം വെച്ചിരുന്നത്. അപ്പം എനിക്ക് ട്രാവൽസിൽ നേരത്തെ എത്തണമായിരുന്നു. അപ്പോൾ ഞാനൊരു 11 മണിയൊക്കെ ആയപ്പോൾ ട്രാവൽസിലെത്തി. അതിൻ്റെ പേപ്പർ കാര്യങ്ങളെല്ലാം ഡോക്യുമെൻറ്റേഷൻ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു, ഡോക്യുമെൻറ്റ്സൊക്കെ മേക്ക് ഷുവർ ചെയ്തു. അതിനുശേഷം എനിക്ക് അപ്പോയിൻമെൻറ്റ് ടൈം കിട്ടിയത് 2:45-നാണ്. അപ്പോൾ ഒരു 12 മണിയോട് കൂടി ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ VFS ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന പഴയ കമ്പനി. അപ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി ആ പഴയ കമ്പനിയിലേക്കൊന്ന് പോകണം. ചില ഇൻട്യൂഷൻസ് നമുക്കിങ്ങനെ ഉണ്ടാവും. ഇന്നിടത്തേക്ക് നമുക്ക് ഇപ്പോൾ ഒന്ന് പോകണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ചില വ്യക്തമായ ഇൻട്യൂഷൻസ് ദൈവം നമ്മുടെ ഉള്ളിൽ തരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഉള്ളിലിങ്ങനെ തോന്നിപ്പിച്ചു ആ പഴയ കമ്പനിയിലേക്കൊന്ന് പോകണം. ഞാനപ്പോൾ ജസ്റ്റ് ആക്സിഡൻ്റലി എന്ന പോലെ പെട്ടെന്ന് കമ്പനിയിലേക്ക് കയറി ചെന്നു. അപ്പോൾ അവിടെ പഴയ സ്റ്റാഫൊക്കെ ഉണ്ട്, അവരൊക്കെ ആയിട്ട് സംസാരിക്കുന്നു, ഇരിക്കുന്നു. അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ ഒരു അമ്മയും മോനും കൂടി കയറി വന്നു. അവരൊരു എൻക്വയറിക്ക് വന്നതാണ്, ഒരു കോഴ്സിൻ്റെ എൻക്വയറിക്ക് വന്നതാണ്. അപ്പോൾ ഈ അമ്മയും മോനും കൂടി കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് എണീറ്റ് അപ്പുറത്തെ ഒരു റൂമിലേക്ക് മാറി. ഞാനും അവിടുത്തെ ഒരു അഡ്മിനുണ്ട്, ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു 2 ലേഡി അഡ്മിൻസ് ഉണ്ട്, അവരാണ് ആ എൻക്വയറി കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അതിലൊരു ലേഡി എണീറ്റ് വന്നിട്ട് പറഞ്ഞു, അവർക്ക് കാണേണ്ടത് ജോർജ് സാറിനെയാണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിപ്പോയി. അതെന്ത് പറ്റി? അല്ല, അവർക്ക് ജോർജ് സാറിനോട് പേഴ്സണലി എന്താ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വന്ന് അവരെ കണ്ടു. അപ്പം ആ അമ്മ ഇങ്ങനെ പറയാണ്, ജോർജ് സാറിൻ്റെ നമ്പർ ഞങ്ങൾക്ക് ഒരിടത്തുനിന്നും കിട്ടുന്നില്ലായിരുന്നു, ഒത്തിരി കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ മോന് ഒരുപാട് ഇഷ്യൂസുണ്ട്. അവന് ഒരു ജോലി ആവുന്നില്ല, അവന് ഭയങ്കര ഭയം, ഉള്ളിൽ ഭയങ്കര പേടി, ഒരു ഇൻ്റർവ്യൂ ഫിയർ, അവന് ഒത്തിരി പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഫാമിലിയും ഒരു കുഞ്ഞും. അപ്പം എങ്ങനെയെങ്കിലും ബ്രദറിനോടൊന്ന് സംസാരിക്കാനായിട്ട് ഞങ്ങൾ ഒത്തിരി നോക്കി. എൻ്റെ അനിയത്തി ഒരു സിസ്റ്ററാണ്, പുള്ളിക്കാരത്തി ഒരു സ്കൂളിൽ പ്രിൻസിപ്പളായിട്ടൊക്കെ ഇരിക്കുന്നതാണ്. ആ സിസ്റ്ററിനോട് ഞാൻ നമ്പർ ചോദിച്ചു. സിസ്റ്ററും ഒത്തിരി ഇടത്ത് നോക്കി, നമ്പറൊന്നും കിട്ടിയില്ല. അപ്പോൾ സിസ്റ്ററും ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു, ഒന്ന് കാണാൻ പറ്റുമോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സമരിയാക്കാരി വരുമെന്ന കാര്യമൊക്കെ പിതാവിന് അറിയാം. കറക്റ്റ് ആ സമയത്ത് വരും, അപ്പം പുത്രനെ കൊണ്ട് അവിടെ നിർത്തണം. ഇതൊക്കെ പിതാവിൻ്റെ ഹിതമാണ്, സ്വർഗത്തിൻ്റെ ഹിതമാണ്, സ്വർഗത്തിൻ്റെ പദ്ധതിയാണ്. ഇതുപോലെ തന്നെ അന്നൊരു VFS ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടാവും, ഡോക്യുമെൻറ്റേഷൻ സബ്മിഷൻ ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിൽ ഞാൻ ആ കമ്പനിയിലേക്ക് കയറി ചെല്ലണം. അവിടെ ഒരു വ്യക്തിത്വം വരും, ആ വ്യക്തിയോട് കർത്താവിനെക്കുറിച്ച് സംസാരിക്കണം. ദിസ് ഈസ് ദ പ്രീ പ്ലാൻഡ് തിങ്. ഒരു ആക്സിഡൻ്റലി സംഭവിക്കുന്ന കാര്യമല്ല ഇതൊന്നും. അത് നമുക്ക് ഒരിക്കലും ഒരു ആക്സിഡൻ്റലി സംഭവിക്കുന്നതായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം വ്യക്തമായ സ്വർഗത്തിൻ്റെ പ്ലാനാണ്. അങ്ങനെ ഞാൻ അവരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി, കർത്താവിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. പയ്യെ ആ മോനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഭയത്തിൻ്റെ ആകുലതകളൊക്കെ പയ്യെ ദൈവവചനം കൊണ്ട്, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം പിതാവിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈശോയെക്കുറിച്ച് പറയുമ്പോൾ, ആ പറയുന്ന കാര്യങ്ങൾ ആ മനസ്സിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന സാധനത്തിനെ എല്ലാം ക്ലീനപ്പ് ചെയ്തിട്ട് അവൻ്റെ ഉള്ളിൽ പ്രത്യാശ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മളിങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം സ്നേഹം, വിശ്വാസം, പ്രത്യാശ ഇത് 3 നിലനിൽക്കുന്നതാണല്ലോ പറയുന്നത്. കാരണം ആ ഒരു പ്രത്യാശ ഉള്ളിൽ ഉദിക്കാൻ തുടങ്ങുമ്പോൾ അവൻ പതുക്കെ ദൈവവിശ്വാസിയായിട്ട് അവൻ കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഐഡിയ അവന് കിട്ടുകയാണ്. കാരണം ഇങ്ങനെ ഭയം, ആകുലത, ഉത്കണ്ഠ ചെന്ന ഇൻ്റർവ്യൂസ് എല്ലാം ഫെയിലാകുന്നു, ഒരിടത്ത് ജോലിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഒരാഴ്ച കഴിയുമ്പോൾ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, ഭയപ്പെടുന്നു, അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് പോരുന്നു. അങ്ങനെ ഒരു 4-5 ജോലി ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നു. അതുപോലെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഒത്തിരി ഇതുപോലെ ഒരു പ്രാർത്ഥന ആവശ്യങ്ങളായിട്ട് വരുന്നുണ്ട്. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ, വർഷങ്ങൾ നോർമലായിട്ട് ഇങ്ങനെ അബോർഷനായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 1 കുഞ്ഞ് നഷ്ടപ്പെടുന്നു, 2 കുഞ്ഞ് നഷ്ടപ്പെടുന്നു, 3 കുഞ്ഞ് നഷ്ടപ്പെടുന്നു. അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ദൈവമായിട്ട് ഭയങ്കര മല്ലടിയാണ്. വിവാഹം കഴിക്കാൻ
കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, കാരണം ഒത്തിരി കല്യാണാലോചന വരുന്നുണ്ട്, കല്യാണത്തിൻ്റെ അറ്റം വരെ എത്തിയിട്ട് വിവാഹം അത് മാറിപ്പോകുന്നു, വീട് വയ്ക്കാൻ പറ്റുന്നില്ല, സ്ഥലം വയ്ക്കാൻ പറ്റുന്നില്ല, ഒത്തിരി ആൾക്കാർ വന്ന് നോക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ദൈവമായിട്ട് മല്ലടിക്കാൻ തുടങ്ങും. മല്ലടിക്കാൻ കാരണം ദൈവം എന്താണ്, കർത്താവ് എന്താണെന്നുള്ള ആ ഒരു റിയൽ കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ദൈവത്തോട് ഭയങ്കര ദേഷ്യമാണ്. ദൈവം ഒരു സൃഷ്ടിക്കുന്ന ദൈവമാണ്, ഞങ്ങളെ എന്തിനാ ഇങ്ങനെയിട്ട് ക്രൂശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവിനോട് മല്ലടിക്കുക. ഇങ്ങനെ വരുന്ന ആത്മാക്കളെയാണ് കർത്താവ് നമ്മുടെ മുമ്പിലൊക്കെ കൊണ്ടുവന്ന് ഇരുത്തുന്നത്. അപ്പം അവരോട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാടിലേക്ക് അവരുടെ മനസ്സിനെ പതുക്കെ മാറ്റുക ചെയ്യേണ്ടത്. കാരണം അവരുടെ ഉള്ളിൽ ഈ ദൈവമായിട്ടുള്ള ഈ ദേഷ്യം കാര്യങ്ങൾ ഇതെല്ലാം മാറ്റിയിട്ട് ദിസ് ഈസ് ദ ഗോഡ്, ദിസ് ഈസ് ദ മേഴ്സി ഓഫ് ദ ഗോഡ്, അല്ലേ, ദൈവത്തിൻ്റെ കരുണ ഇതാണ്, ദൈവത്തിൻ്റെ സ്നേഹം ഇതാണ് എന്നും പറഞ്ഞ് ദൈവത്തെക്കുറിച്ചുള്ള ആ ദൈവത്തെ നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് വരുത്തേണ്ടത്, ആ സാന്നിധ്യം നമ്മുടെ ഈ തടസ്സങ്ങളെ എങ്ങനെയാണ് മാറ്റുന്നത്, ആ കർത്താവിനെ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യിപ്പിച്ചെടുക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു ധാരണയിലേക്ക് ആ ഒരു ആത്മാവിനെ നമ്മൾ നയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിന് ആ ഒരു ആത്മാവിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാവേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീനാമ്മയുടെയൊക്കെ ഡയറിയിൽ അമ്മ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഈശോ ഒരു ദിവസം അമ്മയോട് ഇങ്ങനെ പറയുന്ന കാര്യമാണ്, നിൻ്റെ മുമ്പിലിരിക്കുന്ന ആത്മാവിൻ്റെ മാനസികമായ ബുദ്ധിമുട്ടുകൾ അത് ഏത് സിറ്റുവേഷനിലൂടെയാണ് കിടക്കുന്നത് എന്ന വ്യക്തമായ ഒരു ധാരണ നിനക്ക് വന്നില്ലെങ്കിൽ നീ ആത്മാവിനോട് വാ തുറക്കരുതെന്നാണ് പറയും. നീ ആത്മാവിനോട് വാ തുറക്കാൻ പാടില്ല. ആ ഒരു ധാരണ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടേ ആ ഒരു ആത്മാവിനോട് സംസാരിക്കാൻ പാടുള്ളൂ. അങ്ങനെ കർത്താവിനെ നമ്മൾ അവരുടെ ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് കയറ്റുക. അപ്പോൾ ഒരു പ്രത്യാശ എന്ന് പറയുന്ന സാധനം ഉള്ളിലേക്ക് പതുക്കെ നമ്മളിങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്ത് കയറ്റാൻ തുടങ്ങും. ആ ഒരു പ്രത്യാശ ഉള്ളിലേക്ക് കയറ്റാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിനോടുള്ള ഒരു വിശ്വാസം പയ്യെ ഉടലെടുക്കാൻ തുടങ്ങും, കർത്താവിനോടുള്ള ഒരു സ്നേഹം ഉടലെടുക്കാൻ തുടങ്ങും. അതാ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യൻസ് 13 അവസാനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത്, സ്നേഹം, പ്രത്യാശ, വിശ്വാസം, ഇത് 3 നിലനിൽക്കുന്നു. സ്നേഹമാണ് സർവോത്കൃഷ്ടം. ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് ആ ആത്മാവിനെ നമ്മൾ പയ്യെ കൺവേർട്ട് ചെയ്യുന്നു. മറ്റേത് ദൈവത്തെ വെറുക്കുകയാണ്, ദൈവത്തോട് ദേഷ്യമാണ്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് അവരെ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ കണ്ണിൽ കാണുന്ന ഒരു തിളക്കമുണ്ടല്ലോ, അവരുടെ കണ്ണിലേക്കൊക്കെ നോക്കുമ്പം ഉണ്ടാവുന്നൊരു പ്രകാശം, ഒരു തിളക്കം, അതാണ് റിയൽ ഭക്ഷണം നമ്മുടെ മനസ്സിന്. കാരണം ആ ഒരു തിളക്കം കാണുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, പിന്നെ നമുക്ക് ആഹാരമൊന്നും വേണ്ടെന്നേ, പിന്നെ ആഹാരമൊന്നും വേണ്ട. അതായിരിക്കാം ആ സമരിയാക്കാരിയുടെ കണ്ണിൽ കണ്ട തിളക്കം. ആ തിളക്കം ഇങ്ങനെ കണ്ട് കർത്താവിൻ്റെ മനസ്സ് നിറഞ്ഞ് അങ്ങ് നിൽക്കുമ്പോഴാണ് ശിഷ്യന്മാർ വന്നിരിക്കുന്നത്, ഗുരു ഭക്ഷണം കഴിക്കുന്നില്ലേ? അപ്പോഴാണ് പറയുന്നത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് എൻ്റെ ഭക്ഷണം. അതിനൊരു ശേഷം ഇങ്ങനെ വചനം പറഞ്ഞു പോകുന്നുണ്ട്, 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. കൊയ്തവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. കാരണം കൊയ്യുന്നവനാണ് കൂലി കിട്ടുന്നത്, അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിച്ച് വയ്ക്കുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല്ല് ഇവിടെ സാർത്ഥകമായിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, അവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഇനി ഞാൻ ആ ഒരു സംഭവത്തിലേക്ക് തന്നെ വരികയാണ്. ആ ഓഫീസിൽ വെച്ച് ആ അമ്മയും മോനും കയറി വരുന്നു, അവരുമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നു. അപ്പം കർത്താവ് പറയുകയാണ്, നീയാ കൊയ്യുന്നത്. കാരണം കൊയ്ത്തുകാരൻ്റെ റോളിൽ നീ നിൽക്കുകയാണ്. നീ കണ്ണ് തുറന്നു നോക്കിയാൽ ദിസ് ഈസ് എ റൈറ്റ് ടൈം. ഒരു പർട്ടിക്കുലർ ടൈമിൽ കർത്താവ് ഇങ്ങനെ ക്ലബ് ചെയ്യിപ്പിക്കും, നമ്മളുമായിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്യിപ്പിക്കും. ആ സമയത്ത് കൊയ്തോണം. ഇനി അവരോട് പറയുകയാണ്, നിങ്ങൾ ചെന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി 4 മാസം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്പർ കൊടുത്തു. നോ. കാരണം ചില സാഹചര്യത്തിൽ കർത്താവ് ആ ഒരു പർട്ടിക്കുലർ സംഭവം അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അത് കൊയ്തോളുക. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ കൊയ്ത് കഴിയുമ്പോൾ നമ്മൾ നിത്യജീവനിലേക്ക്
ഫലം ശേഖരിക്കുക. കാരണം എന്നെ ഏൽപ്പിച്ച ഒരു ജോലി ഞാൻ പൂർത്തിയായിട്ട് ചെയ്തിട്ട് എൻ്റെ നിത്യജീവിതത്തിലേക്കുള്ള ഒരു ഫലം ശേഖരിക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വചനം മുമ്പോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്, വിതയ്ക്കുന്നത് ഒരുത്തനാണ്, കൊയ്യുന്നത് മറ്റൊരുവന് എന്ന ചൊല്ല് ഇവിടെ സാർത്ഥകമായിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, അവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്. അപ്പം ഞാനിങ്ങനെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇതെന്താ നീ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? കാരണം വിളവെടുത്തത് ഞാനാണ്. അതിനെ ആ ഒരു സംഭവത്തിലേക്ക് അവസാനം കൂട്ടിച്ചേർത്തത് ഞാനാണ്. പക്ഷേ ഇവിടെ അധ്വാനിച്ചത് മറ്റൊരുവനാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അപ്പോൾ എന്നോട് ഈശോ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? ഇതേ വ്യക്തികൾക്ക് വേണ്ടി, ഈ അമ്മയ്ക്കും മോനും വേണ്ടി ഒത്തിരി പേര് ബാക്കിൽ പ്രാർത്ഥിച്ചിരുന്നു. ഇനി അവരൊരു സിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു. ആ സിസ്റ്റർ കാലങ്ങളായിട്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പം കാലാകാലങ്ങളായി, എനിക്ക് തോന്നുന്നു ഒരു 15 വർഷത്തിലധികമായി ആ സിസ്റ്ററിൻ്റെ വലിയൊരു പ്രാർത്ഥനാ നിയോഗം ഈ കുടുംബത്തിന് വേണ്ടിയാണ്. അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നു. അപ്പം അതാണ് അതിൻ്റെ അധ്വാനം. കാരണം ആ ബാക്കിലെ ആ ഒരു എഫേർട്ടുണ്ട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇനി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു വ്യക്തിയുടെ അടുത്ത് കർത്താവിനെക്കുറിച്ച് പറയാൻ ഒരാൾക്ക് പറ്റത്തില്ലെന്നേ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എനിക്കൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ചാടി എണീറ്റ് കർത്താവിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം നിൽക്കുന്ന ഈ ജോർജ് ഇവിടെ നിൽക്കാൻ കാരണം ഈ ജോർജിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചവർ ഒത്തിരി പേരുണ്ടാവും. ഇതുപോലെ വചനം പങ്കുവയ്ക്കാൻ കർത്താവെ നീ അനേകരെ ഉയർത്തണേ എന്ന് പ്രാർത്ഥിച്ച അനേക കണ്ണുനീരിൻ്റെ ഫലമാണ് ഇവിടെ നിൽക്കുന്ന ഞാൻ. അത് എൻ്റെ മിടുക്കോ എൻ്റെ ജ്ഞാനമോ ഞാൻ കർത്താവായിട്ട് ഇരിക്കുന്നത് കൊണ്ടോ ഇതൊന്നും അല്ല. കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇനി എനിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു ശുശ്രൂഷകന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒത്തിരി ജന്മങ്ങളുടെ ഒരു പ്രാർത്ഥനാ സഫലമാണ് ഇവിടെ നിൽക്കുന്നത്. അത് എൻ്റെ മിടുക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഈ കൊയ്ത്തുകാരൻ്റെ ഒരു റോള് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചത് ഒരുപാട് ആത്മാക്കളുണ്ടേ. ഒരുപാട് ജന്മങ്ങൾ, ഒരുപാട് ജീവിതങ്ങൾ ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ട്. ആ ഒരു മീറ്റിംഗ് പോലും, ആ അമ്മയും മോനുമായിട്ടൊരു മീറ്റിംഗ് പോലും, ആ അമ്മയ്ക്കും മോനും വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി ഒത്തിരി പേരുടെ പ്രാർത്ഥനകൾ, ഒത്തിരി പേര്, ആ പ്രാർത്ഥന അതൊരു അധ്വാനമാണ് ശരിക്കും. ആ ഒരു അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് കറക്റ്റ് ആ കൊയ്യുന്ന സമയത്ത് നമ്മൾ കൊയ്യുന്നത്. അപ്പോൾ ആ കൊയ്യുമ്പോൾ ശരിക്കും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം ആ കൊയ്ത്തിലൂടെ അവരുടെ ഒരു പ്രശ്നങ്ങൾ ഒന്ന് പരിഹരിച്ച് വരുമ്പോഴത്തേക്ക് ആ പ്രാർത്ഥിച്ചിരിക്കുന്നവർക്കെല്ലാം ദൈവം ഭയങ്കര ഒരു ഫലം കൊടുക്കുക ചെയ്യുന്നത്. അതിൻ്റെ ഒരു അധ്വാന ഫലം. കർത്താവ് കടം വയ്ക്കത്തില്ല, ആ കടം അപ്പോഴേ അവൻ തീർക്കും. ആ ഒരു വ്യക്തിയുടെ ഒരു മാനസാന്തരത്തിലൂടെ അവൻ ദൈവത്തെ അറിയുന്നതിനോട് കൂടി ആ വ്യക്തിക്ക് വേണ്ടി ആരൊക്കെ പ്രാർത്ഥിച്ചോ അവർക്കെല്ലാം ദൈവം ആ ഫലം വാരിക്കോരി കൊടുക്കുകയാണ്. ആ ഫലത്തിലേക്കാണ് ഈ കൊയ്ത്തുകാരനായ എൻ്റെ ദൈവം ചേർക്കുന്നത്. അതുകൊണ്ട് കൊയ്ത്തുകാരന് മാത്രമല്ല ഈ ഫലം കിട്ടുന്നത്, അവ മാത്രമല്ല പ്രത്യക്ഷത്തിൽ അത് അനുഭവിക്കേണ്ടത്, അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു അധ്വാന ഫലത്തിലേക്ക് ദൈവം നമ്മളെ പയ്യെ ചേർത്ത് വയ്ക്കും. അതുകൊണ്ട് ആ ഈശോ പറഞ്ഞ ആ ഒരു ഭക്ഷണം, അതായത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് എൻ്റെ ഭക്ഷണം. ഒരുപക്ഷെ ആ VFS ഓഫീസിൽ നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ അത് തോന്നിപ്പിച്ചു കർത്താവ്, ആ പഴയ കമ്പനിയിലേക്കൊന്ന് കയറി ചെല്ലണം. അത് വേണോ വേണ്ടയോ ഇതെൻ്റെ തീരുമാനമാണ്. വേണമെങ്കിൽ എനിക്ക് പോകാതിരിക്കാമായിരുന്നു, അത് എൻ്റെ ഓപ്ഷനാണ്. അങ്ങനെ പോകാതിരുന്നിരുന്നെങ്കിൽ അന്നത്തെ ആ ഒരു മീറ്റിംഗ് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവത്തില്ല. പക്ഷേ ആ ഒരു ഇൻറ്റ്യൂഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. പിതാവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ VFSലെ ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ഒരു പ്രശ്നമില്ല, കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നു, നമ്മൾ മെൻ്റലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നീട് വീട്ടിലൊക്കെ കയറി ചെല്ലുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത്. കാരണം അവസാനം ആ മകൻ്റെ കണ്ണിൽ കണ്ട തിളക്കം, ആ അമ്മയുടെ കണ്ണിൽ കണ്ട തിളക്കം, ദാറ്റ് ഈസ് ദ റിയൽ ഫുഡ്. അതാണ് നമ്മുടെ മനസ്സിനുള്ള യഥാർത്ഥ ഭക്ഷണം. അതാണ് ഈശോ പറയുന്നത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ഭക്ഷണം. അപ്പോൾ ആ സ്വർഗം ഒരുക്കിയിരിക്കുന്ന ആ ഭക്ഷണം ഭക്ഷിക്കാനുള്ള ഒരു കൃപയിലേക്ക് ദൈവപിതാവ് നമ്മളെ വളർത്തട്ടെ. പരിശുദ്ധ അമ്മ ആഹിതം നിറവേറ്റിയവളാണല്ലോ. ആ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ. ഔസേപ്പിതാവ് നമ്മുടെ കൂടെ നടക്കട്ടെ. ആ ദൈവഹിതം പൂർത്തിയാക്കാനുള്ള കൃപയിലേക്ക് പയ്യെ നമ്മൾ വളർന്നു വരട്ടെ. അതിനുള്ള ഒരു വലിയൊരു സാഹചര്യം ദൈവപിതാവ് ഒരുക്കട്ടെ. ആ സാഹചര്യം മനസ്സിലാക്കി മുമ്പോട്ട് പോകാനുള്ള ഒരു കൃപയിലേക്ക് നമുക്കെത്താം. ആമേൻ.